ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ നമ്മളൊരു ബുദ്ധിജീവി തന്നെയാണ് കേട്ടോ നമ്മുടെ അനീഷ്. കാരണം അനീഷ് ഒരു ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് നമ്മുടെ അനീഷ് പറയുന്നത്. നെഗറ്റീവായിട്ട് അതിനകത്ത് ഒന്നും തന്നെ ഇല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലെല്ലാം ഫാമിലി, അതേപോലെ കരിയർ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ പ്രചോദനമാകുന്ന രീതിയിലാണ് നമ്മുടെ അനീഷ് സംസാരിച്ചത്. അനീഷിൻ്റെ സ്റ്റോറി കേൾക്കുന്നവർക്ക് ഒരു കൺവീൻ ആവുന്നത് അനീഷിൻ്റെ ഈ ഒരു വാക്കുകൾ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ട് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, അതെന്തായാലും നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ള ഒരു മെസ്സേജോട് കൂടിയാണ് അനീഷിൻ്റെ സ്റ്റോറിയൊക്കെ അവസാനിക്കുന്നതും. അനീഷ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തോളം ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്ത് ബാങ്ക് മാനേജറായിട്ട് പോലും പ്രവർത്തിച്ചു. 39 വയസ്സായിട്ടുള്ള അനീഷ് ആങ്കറായിട്ട് പ്രവർത്തിച്ചു, ന്യൂസ് റീഡറായിട്ട് പ്രവർത്തിച്ചു, പിന്നെ കൃഷിക്കാരനായിരുന്നു. അതുപോലെ അദ്ദേഹം IT കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടും അതേപോലെ ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഈ അനീഷ്. ഒരുപാട് റാങ്കുകളും അതേപോലെ ഒരുപാട് സമ്മാനങ്ങളും ജീവിതത്തിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ള വ്യക്തി. ഓൾറെഡി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതേപോലെ രണ്ടാമതൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായി തയ്യാറാക്കി നൽകിയിട്ടൊക്കെയാണ് അയാൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. വിദ്യാഭ്യാസ കാലയളവിൽ മൊത്തം ക്ലാസ്സിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും മികച്ച വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ ഈ അനീഷ്. നമ്മൾ നോക്കണം, അനീഷിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളതല്ലാതെ മറ്റൊന്നും അതിനകത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ. താൻ കൈവച്ച മേഖലയിലെല്ലാം തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം, അതാണ് നമ്മുടെ അനീഷ്. മുൻപൊക്കെ ഏഷ്യാനെറ്റിലെ ഏതൊരു ഷോയിലേക്ക് നമ്മുടെ അനീഷ് വന്നിട്ടുണ്ടായിരുന്നേ. ഒരു ചോദ്യോത്തര വേളയോ അങ്ങനത്തെ ഏതൊരു ഷോയിലേക്ക് നമ്മുടെ അനീഷ് വന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നിരവധി ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന, രാജ്യത്ത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിലെ ഒരു ബുദ്ധിജീവി തന്നെയാണ് അനീഷ് എന്നുള്ള ഫസ്റ്റ് പറഞ്ഞത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ.